ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെൽത്തി പ്രോബയോട്ടിക് ഡ്രിങ്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പം നല്ല ചൂട് സമയമല്ല, അപ്പം നമ്മുടെ ശരീരമൊക്കെ കൂളാക്കി നിർത്താനായിട്ട് ഈ ഡ്രിങ്ക് ഒരുപാട് സഹായിക്കും കേട്ടോ. അതുപോലെ നമ്മുടെ ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. ഈ സമ്മർ സീസണിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ സോൾഗതി. കർണാടകയിലും അതുപോലെ മഹാരാഷ്ട്രയിലൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കൊക്കം. അപ്പം ഞാൻ അത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ കരുതി. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു ഐറ്റം ആട്ടോ, കൊക്കും എന്നാണ് ഇത് പറയുന്നത്. ഇത് ബീട്രൂട്ട് എന്നല്ല കേട്ടോ. ഇതിൻ്റെ ബാക്കി നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് വഴിയെ കാണാം. ഈ ഒരു ഡ്രിങ്ക് തന്നെയാണ്, ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഡ്രിങ്കിനെ ഭയങ്കര ഫേമസ് ആക്കുന്നത്. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാനിത് നമ്മുടെ വീഡിയോയുടെ കൂടെ ഞാൻ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് അതിൽ വാങ്ങി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹെൽത്തി ഐറ്റം ആണ്. അപ്പോൾ നിങ്ങളിത് വാങ്ങി ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ കൂടുതൽ സമയം കളയണില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മളൊരു നാളികേരം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മുറി മതിയിട്ടോ നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. ഒരു മീഡിയം സൈസ് തേങ്ങ കേട്ടോ നമ്മൾ എടുത്തിരിക്കണേ. നമ്മൾ ആ ഒരു അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു മുറി എടുക്കണമല്ലോ. വെള്ളം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, നമുക്കത് ആവശ്യം വരും. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ കൊക്കും. ഇത് ഒരുപാട് ഗുണമുള്ള ഒരു ഐറ്റം ആണ്, മനസ്സിലാക്കിയിട്ട് ഞാൻ വാങ്ങിയ ഒരു ഐറ്റം ആണ് കേട്ടോ. ഓൺലൈനിൽ അവൈലബിൾ ആണ്, ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്രൊഡക്റ്റ്. ഇത് നമ്മളൊരു സ്പൂണോളമാണ് കേട്ടോ ഇടണേ. ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പം നമ്മൾ അതിനായിട്ട് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് നമ്മളിത് സോക്ക് ചെയ്ത് വെക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഒരു മിനിമം ഒരു 2 hours ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 tablespoon കോക്കും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൊടപ്പുളിയൊക്കെ കിട്ടില്ലേ നമുക്കൊരു ഡ്രൈ ആയിട്ട് ഒരു ബ്ലാക്ക് കളറിൽ, അതേ ഒരു ഫോമിൽ തന്നെയാട്ടോ ഇത് ഇരിക്കണേ. അതേ കണ്ടോ, ഇതുപോലെ നമ്മളൊരു 1 tablespoon ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിനായിട്ട് നമ്മളൊരു 3/4 ഗ്ലാസോളം ചൂടുവെള്ളമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണേ. ഒരു സ്പൂൺ വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ, ഒരു റെഡിഷ് കളർ ആവണം കണ്ടോ. ഇത് ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നല്ലൊരു റെഡിഷ് കളറാവും. ആ സമയം കൊണ്ട് നമുക്ക് നാളികേരമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചിരകിയും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എനിക്ക് എളുപ്പം ഇതാണ്, അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യണേ. പിന്നെ എന്തായാലും നമ്മൾ മിക്സിയിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എടുത്താലും മതിയല്ലോ. അപ്പോൾ അത് ഇത്രയും എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു അരമുറി ആട്ടോ എടുത്തിരിക്കണേ. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയൊരു പീസ് ബീട്രൂട്ട് വേണം. അപ്പോൾ നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത് ഈ ഒരു ചെറിയത് ഇത്രയുള്ളൊരു പീസ് നമ്മൾ എടുക്കണമല്ലോ കേട്ടോ. അപ്പോൾ നമ്മളത് ചെറിയൊരു കഷ്ണങ്ങളാക്കി നമ്മൾ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നാളികേരം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുന്നിട്ട വീഡിയോയിൽ ജ്യൂസിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണ്ടവരൊന്ന് നോക്കിയാൽ മതി. നല്ലതാട്ടോ. ഒരു 2 ജാർ ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അധികം സ്പേസും പോവില്ല, നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാനും പറ്റും. നല്ല ജാർ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് വേണമെങ്കിൽ വാങ്ങണവർ ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ലിങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 4 തണ്ട് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് മല്ലിയില തന്നെ എടുക്കാൻ നോക്കണേ, അപ്പോഴാട്ടോ ആ ഫ്ലേവർ നല്ല രീതിയിൽ കിട്ടുക. കടയിൽ നിന്ന് വാങ്ങിയെടുക്കണം മല്ലിയിലയാണെങ്കിൽ നല്ലപോലെ കഴുകി യൂസ് ചെയ്യാൻ നോക്കണേ. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചൊന്ന് കഴുകിയെടുക്കാൻ നോക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ആഡ് ചെയ്യുന്നത് നല്ലതാട്ടോ, ഒരുപാട് ഗുണമുണ്ട്. നമുക്ക് ഡൈജഷനൊക്കെ നല്ലതിനാണ്. അപ്പോൾ ദഹനത്തിനൊക്കെ അടിപൊളി സാധനമാണ്. അപ്പോൾ അതെന്തായാലും ആഡ് ചെയ്യാൻ നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂണോളം നമ്മൾ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുക. അതും ഒരുപാട് നല്ലതാട്ടോ, ദഹനത്തിനൊക്കെ ഒരുപാട് നല്ലൊരു ഐറ്റമാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാം തന്നെ നമുക്ക് ഡൈജഷന് ഒരുപാട് സഹായിക്കുന്ന ഐറ്റമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു പ്രോബയോട്ടിക് ഡ്രിങ്കായിട്ട് ഇതിനെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഏത് നേരം വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ദേ കണ്ടോ, നമ്മൾ ഇത്ര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കൊക്കും. അത് നല്ലപോലെ സോക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ നല്ല റെഡിഷ് കളറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ജ്യൂസും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ആ ജ്യൂസ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഈ വെള്ളം കണ്ടോ നല്ല റെഡ് കളറായിട്ട് വന്നിരിക്കണുണ്ടോ. കണ്ടോ, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടില്ലേ, നല്ല റെഡിഷ് കളറും നല്ല കളറായിട്ട് കിട്ടിയിട്ടില്ലേ. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ വെണ്ണപ്പരുവത്തിൽ അടിച്ചെടുക്കാമെന്ന് പറയില്ലേ, ആ രീതിയിൽ നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പം നമുക്ക് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. കണ്ടോ, നല്ല
നല്ല ഫൈനായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. കളർ തന്നെ കണ്ടോ, നല്ല രസമല്ലേ ഇതിൻ്റെ കളർ കാണാനായിട്ട്. ടേസ്റ്റും ഉണ്ട് കേട്ടോ, നല്ലതാണ്. കണ്ടോ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നെല്ലാം നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അരിപ്പയല്ല കേട്ടോ നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ അതിന് വേണ്ടി ഒരു തുണി വെച്ചിട്ടാട്ടോ അരിച്ചെടുക്കണേ. അരിപ്പയിലാവുമ്പോൾ നമുക്ക് മൊത്തത്തിൽ അങ്ങനെ അടിച്ച് നമുക്ക് കിട്ടില്ല, പിഴിച്ചെടുക്കാനും പാടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു വെള്ള തുണി വെച്ച് തന്നെ നല്ല നീറ്റ് തുണി തന്നെ എടുക്കാൻ നോക്കുക. കഴുകി വൃത്തിയാക്കിയുള്ള ഒരു തുണി എടുത്ത് നമുക്കതിലേക്ക് നമ്മുടെ ജ്യൂസ് അടിച്ച് ഒഴിച്ചു കൊടുക്കാം. അത് നല്ല പോലെ നമുക്കൊന്ന് അതിൽ നിന്ന് എല്ലാം ജ്യൂസ് എല്ലാം നമുക്ക് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ തുണിയിലേക്ക് നമ്മളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ അതിൽ ആ ജ്യൂസ് മൊത്തം നമുക്ക് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് കൈയൊക്കെ നല്ല വൃത്തിയായതിന് ശേഷം ഒന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ. കയ്യിലൊക്കെ ചെറുതായിട്ടൊന്നും ആവും. അപ്പോൾ നിങ്ങളത് നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുക്കാൻ നോക്കണം. ഇങ്ങനെ തുണിയിൽ വെച്ച് ചെയ്യുമ്പോഴാട്ടോ നമുക്കതിൽ മൊത്തം ജ്യൂസ് അതിൽ കിട്ടുകയുള്ളൂ. ഞാൻ അരിപ്പയിൽ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ജ്യൂസ് അത്ര കിട്ടണില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോഴും. അപ്പോൾ അതേ കണ്ടോ, നമ്മളെല്ലാം ജ്യൂസും അതിൽ നിന്ന് വലിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാം നമ്മളിങ്ങനെ കൊരണ്ടനായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ കളയില്ല കേട്ടോ. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ നാളികേരം വെള്ളം ഉണ്ടല്ലോ, ഇനി അതും കൂടി നമ്മളിതിൽ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്നുകൂടി ഒന്ന് പിഴിഞ്ഞെടുക്കും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്നുകൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇത് നല്ല പോലെ നമുക്ക് പിഴിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ഒന്നുകൂടി പിഴിഞ്ഞെടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ ജാറിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് നല്ല പോലെ ഒന്നുകൂടി പിഴിഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ ഫുൾ ജ്യൂസ് അതിൽ നിന്ന് എടുക്കണം. കണ്ടോ, നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ആവും കേട്ടോ ഈ മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ആ ഒരു മല്ലിയില ഒന്ന് ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടു, ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ സോൽക്കത്തി ഇവിടെ റെഡി ആയി കിട്ടി. അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇതുപോലെ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. കുറച്ചൊന്ന് കൂളായതിന് ശേഷം നമുക്ക് കഴിക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കോക്കും നമ്മൾ ഓൺലൈനിൽ വാങ്ങണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് വാങ്ങി അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്കത് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ തൈരിൻ്റെ ഒരു പ്രോബയോട്ടിക് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ പേർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിട്ട് ഞാനിങ്ങനെ പ്രോബയോട്ടിക് ഡ്രിങ്ക് ഞാൻ സെർച്ച് ചെയ്ത് അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ഐറ്റം ആണത്. അപ്പോൾ തൈര് കഴിക്കാൻ പറ്റാത്തവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.